ഹായ്. ഞങ്ങളൊന്ന് കോഴിക്കോട് വരെ പോയിണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതി. ഞങ്ങൾ മേമാരുമായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ വെറുതെ പറഞ്ഞു നമുക്ക് കോഴിക്കോട് വരെ ഒന്ന് പോയി നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് കുട്ടിച്ചന്മാരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അന്ന് നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ കോഴിക്കോട് പോയി. നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും എത്തി. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പത്തേനും 10 മണിയായപ്പോൾ തന്നെ മിഠായി തെരുവിൽ എന്തോരം തിരക്കായിരുന്നു അറിയോ. ട്രെയിനിലുള്ള ഒരുപാട് പേരും അങ്ങോട്ട് തന്നെയായിരുന്നു, മിഠായി തെരുവിലേക്ക് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മിഠായി തെരുവിലൂടെ കുറേ നടന്നു. നടക്കുന്തോറും നമുക്ക് സമയം ഇങ്ങനെ കൂടുന്തോറും തിരക്ക് ഇങ്ങനെ വർദ്ധിച്ചു വരികയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഷോപ്പുകളിലൊക്കെ കയറി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ഭാഗം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റണില്ല, കാരണം പല ഷോപ്പുകളിലും നമുക്ക് അത്രയും തിരക്കാണ്. വീഡിയോയ്ക്ക് പോയിട്ട് നമുക്ക് കാല് കുത്താൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. ഞായറാഴ്ച കാരണം തോന്നുന്നുണ്ട് അത്രയും തിരക്ക്. പിന്നെ ഓണ സമയമായതുകൊണ്ടും പ്രത്യേകിച്ചും അങ്ങനെ ആകെ നമുക്ക് കൺഫ്യൂഷൻ ആവും. പിന്നെ കുട്ടിച്ചന്മാർ രണ്ടാളും ഭയങ്കര ഷോപ്പിംഗ് ആണ്, കണ്ടില്ലേ. കുട്ടിക്ക് കണ്ണട വെക്കാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ വേഗം എടുത്തിട്ട് കുട്ടിച്ചൻ ഇങ്ങനെ നടക്കൽ തുടങ്ങി. പിന്നെ നമുക്ക് 5 രൂപ മുതൽ സാധനങ്ങൾ കിട്ടുന്ന ഒരു കട ഉണ്ടായിരുന്നു, അവിടേക്കാണ് പിന്നെ ഞങ്ങൾ പോയത് കേട്ടോ. മേമയ്ക്ക് ആകെ കൺഫ്യൂഷനായി, വലിയ മേമയ്ക്ക്. അയ്യോ എന്തെടുക്കണം എന്നുള്ളത്, ഞാൻ ഇന്ന് ഷോപ്പിംഗ് ചെയ്ത് മരിക്കും എന്നൊക്കെ പറഞ്ഞ് നല്ല ഡയലോഗായിരുന്നു. മേമ ബിന്ദു പണിക്കരുടെ പോലെ എൻ്റെ ഫ്രിഡ്ജ് എൻ്റെ മിക്സി പറഞ്ഞിട്ട് കണ്ടില്ലേ, നല്ല രസാട്ടോ. എടി എല്ലായിടത്തും വീഡിയോ എടുക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിന്നാലെ അവർ എടുക്കുക. അവർക്ക് അങ്ങനെ ഒരു മടിയൊന്നും ഇല്ല കേട്ടോ, പറഞ്ഞിട്ട് ഇതുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി. കോഴിക്കോട് തന്നെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽ റഹ്മത്തിലാണ് ഞങ്ങൾ കയറിയത്. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പം കണ്ടില്ലേ പൂരം പോലെയാണ്, അത്രയും തിരക്ക്. നമുക്ക് വീഡിയോ ഒക്കെ ഞാൻ മുകളിൽ പിടിച്ചിട്ടാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തിരക്കുണ്ടായിരുന്നു. ഇവിടെ ഒന്നും അത്ര വലിയ ഇതില്ലെങ്കിലും കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല തിരക്കായിരുന്നു. സമയം കൂടുന്തോറുമാണ് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് മഴ പെയ്യുമ്പോൾ എല്ലാവരും ഓരോ കടകളിൽ കയറി നിൽക്കുകയാണ് ചെയ്യണത്. അങ്ങനെ നല്ല മഴ പെയ്യും ചെയ്യും, അതിനനുസരിച്ചിട്ട് വെയിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതിന് ശേഷം ബീച്ചിലേക്ക് പോയി. ബീച്ചിലും പിന്നെ മഴ തോർന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല, എന്നാലും ഒരു ചെറിയ നനവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ പോയിട്ട് കുറേ നേരം അവിടെ ഇരുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് നല്ല സന്തോഷമായിരുന്നു, അവർ ഭയങ്കര ഓടിക്കളിയായിരുന്നു. അപ്പോൾ കുതിരപ്പുറത്ത് കയറണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ധൈര്യം കുറവായതുകൊണ്ട് പിന്നെ നമ്മളത് ചെയ്തില്ല. പിന്നെ കോഴിക്കോടത്തെ ഐശ്വര്യതി അത് കണ്ട് കുറേ നേരം ഞങ്ങൾ നിന്നിട്ടോ, നോക്കി നിന്നിട്ടോ. കാരണം കഴിക്കാൻ കുട്ടികൾക്ക് എക്സാം അല്ലേ, അപ്പോൾ ഞങ്ങൾ പിന്നെ അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ആ ഐ ലവ് കോഴിക്കോടിൻ്റെ അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ തന്നെ ഇരുന്ന് കുട്ടികൾ കളിക്കട്ടെ കുറച്ച് നേരം കൂടെ എന്ന് കരുതിയിട്ട്. അവർക്കൊരു സന്തോഷമല്ലേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്ത് കൊണ്ടുപോകുമ്പോഴൊക്കെ. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ നേരം നടന്നു, അതുകൂടെയൊക്കെ ഇങ്ങനെ കണ്ടു. അപ്പോൾ കൈ നോക്കണ കുറേ അമ്മൂമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. അവർ കൈ നോക്കണ കുട്ടികളെ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ കുറേ നല്ല രസമായിരുന്നു. അവർ എന്നാൽ നിങ്ങൾ നോക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളുടെ അടുത്ത് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ ബോട്ട് പോണത് കുറേ നേരം നോക്കി നിന്നു കേട്ടോ. ധൈര്യം വേണം അതിനൊക്കെ തന്നെ കേട്ടോ. നമുക്ക് തിരങ്ങനെ വന്നടിക്കുമ്പോൾ ആ ബോട്ട് ഇങ്ങനെ ചാഞ്ചാടി പോകുമ്പോൾ കാണുമ്പോൾ നമുക്കത് പേടി തോന്നും. പിന്നെ ഞങ്ങൾ കുട്ടികൾ കളിക്കണത് കുറേ നേരം കണ്ടിരുന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരികയാണ് ചെയ്തത്.